കൂലി ദ മോസ്റ്റ് വെയിറ്റഡ് ഫിലിം എന്ന് പറയാം. 14-ാം തീയതി ആവാൻ കാത്തിക്കരുത് അതൊന്ന് കാണാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡിസപ്പോയിന്റ്മെന്റ്. കാരണം ലോകേഷിന്റെ മൂവി കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലക്ക് എനിക്ക് കൂലി അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. നാഗാർജുന, സൗബിൻ, എസ്പെഷ്യലി അമീർ ഖാന്റെ ഒക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടിപൊളി പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ട്രെയിലറിൽ തന്നെ രജനികാന്ത് പറയുന്നത് അപ്പടിയെ ആടിപ്പോയിട്ട് അത് ശരിയാണ്, അതിനുള്ള ലെവൽ അവരുണ്ടാക്കിക്കണേ. പക്ഷെ നമ്മൾ വിക്രം, ജയിലർ, അതേപോലെ കൈദിയൊക്കെ കണ്ട ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ലോകേഷിന്റെ ആ ഒരു മിക്സ് ശ്രദ്ധിക്കുമ്പോൾ കൂലി എന്തോ എനിക്ക് അത്രമാത്രം എത്തിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മ്യൂസിക്, അനിരുദ്ധിന്റെ BGM ഒക്കെ അതൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ്. അവർ പ്രത്യേകം ഇവർക്ക് തലൈവർക്ക് വേണ്ടി അവർ ഉണ്ടാക്കുന്ന സംഭവം അത് ഭയങ്കര സംഭവം തന്നെ ആയിരിക്കും. അതിലൊക്കെ ഓക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫിലിമാണ്. അതിന് മാത്രമുള്ള ഫൈറ്റും ആ ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ എന്തോ ഞാൻ കണ്ട ഫിലിമുകളിൽ വെച്ചിട്ട് എനിക്ക് ഇവരെ നമുക്ക് ലൊക്കേഷൻ്റെ ഒക്കെ ഫിലിം എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് അറിയാലോ. ആ ഒരു വിധത്തിൽ ഫിലിം അത്രമാത്രമായിട്ടില്ല. പിന്നെ ഇന്നത്തെ റിവ്യൂസ് രാവിലെ മുതൽ നമ്മൾ ഓഫീസൊക്കെ ഉള്ളതല്ലേ, വൈകിട്ട് പോയി കാണുന്നതിന് മുമ്പ് തന്നെ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ കുറേ സൈഡിൽ നെഗറ്റീവ്സ് ഉണ്ട്. എന്നാലും ഓരോ സൈഡിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് ഓരോ അഭിപ്രായം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കണ്ടത്. അപ്പം എസ്പെഷ്യലി തമിഴ്നാട്ടിലുള്ള ആളുകൾ അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു നല്ല അഭിപ്രായമാണ്. പക്ഷെ മലയാളികളെ വെച്ച് നോക്കുമ്പോഴും പിന്നെ നമ്മുടെ സിബിലിംഗ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് അത്രമാത്രം ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സംഭവത്തിലുള്ള ഫിലിം കൂലില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. കാരണം ഇപ്പോൾ ഫസ്റ്റ് ഡേ ആണ്, ഞാൻ ഡിഗ്രേഡ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് സ്ക്രീൻ പെർഫോമൻസിൽ എനിക്ക് ഇപ്പോൾ ഫിലിമിൽ ഏറ്റവും ഇഷ്ടമായത് അമീർ ഖാനാണ്. അമീർ ഖാൻ ആ ഒരു ചെറിയ സമയം കൊണ്ട് അങ്ങോട്ട് തകർത്തളഞ്ഞു. സോബിനൊന്നും ഇത്തരത്തിലുള്ള ഒരു മൂവിയിൽ, കാരണം ഞാനൊക്കെ എപ്പോഴും എനിക്കുള്ള മനസ്സിൽ സോബിനുള്ളത് നമ്മളെ സുഡാനി ഫ്രം നൈജീരിയയിലുള്ള സോബിന് അത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള, അതേപോലെ മറ്റേ ഫഹദ് ഫാസിലൊക്കെ ആയിട്ടുള്ള ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ കുമ്പളങ്ങി നൈറ്റ്സ്, അങ്ങനത്തെ ഒരു സൗബിനും ഈ ഒരു സൗബിനും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര സംഭവം തന്നെ. മോണിക്കയിൽ തന്നെ ഉള്ളൂ. കഴിഞ്ഞ ശേഷം മോണിക്കൻ്റെ വൈക്കും പോയി. ഇപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.